ബർത്ത്ഡേ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ മോളെ, നമുക്ക് അടിച്ചു പൊളിക്കാം. പാറു നീച്ചോ? ഇല്ല, അവളവിടെ വീട്ടിൽ ഉറങ്ങാ. അവളോട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം പറയരുത്. നീയായിരുന്നോ? അതേടി, ഞാൻ തന്നെ. ആന്റി, ഞാൻ ആന്റിയുടെ മോളെടുത്ത് പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് 1 kg കപ്പ് കേക്ക് വേണമെന്ന്. എന്നിട്ട് ഇവിടെ എന്നോട് സൂചിപ്പിച്ചില്ലല്ലോ. അതിനല്ല ഞാനിപ്പോ അവളുടെ തലക്കെട്ടിത്തോണ്ട് എറിഞ്ഞത്. നീ എന്നെ അറിയാൻ മാത്രമായിടാ. എന്ത് വേദനയാ. ഇതേപോലെ തന്നെ എനിക്ക് വേദനയായത്. സോറി മോനെ, 1 kg കപ്പ് കേക്ക് വേണ്ടേ? നിങ്ങൾ എന്നെ അടി ഉണ്ടാക്കാതെ അമ്മേനോട് വിളിക്കാൻ പറഞ്ഞാ മതിയായിരുന്നല്ലോ. തൊട്ടടുത്ത് തന്നെയല്ലേ നമ്മള്. അല്ലെങ്കിൽ ഒന്ന് എന്നോട് ആ ജനൽ തുറന്നിട്ട് ഒന്ന് ആഞ്ഞു വിളിച്ചാൽ തന്നെ ഇങ്ങോട്ട് കേക്കും. ബട്ട് ആന്റി, ആന്റിയുടെ ഈ മോക്ക് തീരെ ചെവി കേൾക്കത്തില്ല. നീ എന്നെ കുറ്റം പറയാൻ മാത്രമായിട്ടോ. നിന്നെ ഞാനിന്ന് ആന്റി, എന്നെ രക്ഷിക്കേ. ഈ കുട്ടികളുടെ ഒരു കാര്യം. അമ്മേ, എന്താ മോളെ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? എന്താ? എനിക്കറിയില്ലല്ലോ. എന്താ ആന്റി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ആർക്കും എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാത്തത്? ഇന്നൊരു പ്രത്യേകത ഇല്ലല്ലോ മോളെ. ഇന്ന് നമ്മുടെ ബേക്കറി 11 മണിക്ക് തുറക്കുക, പതിവില്ലാതെ. അതാണോ മോൾ ഉദ്ദേശിച്ച പ്രത്യേകത? അതൊന്നുമല്ല. ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയാത്തത്? ഇന്ന് ഒരു മഹാനുജന്റെ ദിവസാ. ഒരു നല്ല സ്വഭാവിയായ, നല്ല ചൊറുക്കുള്ള, നല്ല അന്തസ്സുള്ള, നല്ല മുഞ്ചുള്ള കുട്ടി ജനിച്ച ദിവസാ. അമ്മയ്ക്ക് അറിയില്ല ആ ദിവസം? ഇല്ലല്ലോ. അതേത് കുട്ടിയാ? എന്റെ മൂത്ത മോള് ആണോ? ആ ചേച്ചിയുടെ കാര്യം അമ്മയ്ക്ക് 24 മണിക്കൂർ പറയാനുള്ളൂ. അവക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്താന്ന്. ആയിക്കോട്ടെ, എന്നോട് ആരൊന്നും മിണ്ടണ്ട. ആന്റി, എന്നെ രക്ഷിക്കേ. ആന്റിയുടെ മോക്ക് വട്ടാ. എവിടെ നീ? ഞാനില്ല ഇനി. എടാ ചേട്ടാ, നീ ഇവിടെ എപ്പോഴെത്തി? അതൊക്കെ എത്തി. എടി നിർത്തടി, ഞാൻ അറിയാതെ നിന്നെ എറിഞ്ഞു പോയതാ. എന്താ പാർക്കുട്ടി? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആർക്കറിയാം. ഇന്ന് മറ്റേ ഹഗ് ഡേയാ. എന്തോ ഡേ അല്ലേ? റോസ് ഡേയാ? എന്ത് ഡേയാ ഇന്ന്? അതൊന്നും അല്ല. നിങ്ങൾക്ക് ആർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? അറിയില്ല. നീ ഒന്നും മുണ്ടാണ്ട് പോയിക്കേ. ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയില്ല. സൺഡേയാ, വേറൊരു പ്രത്യേകതയില്ല. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോവാ. നീ എങ്ങോട്ട് പോകുന്നേ? ഇതിനപ്പുറത്ത് കാണുന്നൊരു വീടില്ലേ, എന്റെ വീടെന്ന് പറയും. അങ്ങോട്ട്. നീ ഇവിടെ നിന്നോ. ഇന്നിവിടെ അമ്മയുടെ കൂടെ നീ ഇവിടെ നിന്നോ. ഇല്ല, ഞാൻ പോവാ. അയ്യോ മാഡം, എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇന്ന് 2 ഡാർക്ക് കപ്പ് കേക്ക്സ് ഓർഡർ ചെയ്തിരുന്നു. ബട്ട് ഐ നെവർ റീച്ച്ഡ് അറ്റ് മൈ ഹോം. ഞാൻ ഓർഡർ ചെയ്ത കപ്പ് കേക്ക്സ് എന്റെ വീട്ടിലെത്തിയിട്ടില്ല. ടൈം കഴിഞ്ഞു. ഞാൻ ഇന്ന് 9 PM ഓർഡർ വീട്ടിലെത്തണമെന്ന് പറഞ്ഞത്. ബട്ട് അത് വീട്ടിലെത്തിയിട്ടില്ല. വെർ ഈസ് ഇറ്റ്? മറ്റേ മായ മുത്തശ്ശിക്ക് പറഞ്ഞിട്ടില്ല. ആ മോളെ, അവള് തന്നെ. ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നുമില്ലേ? വേർ ഇസ് മൈ കപ്പ് കേക്ക്സ്? മനുഷ്യന്മാർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുക. മോളെ, മിണ്ടാണ്ട് നിൽക്ക്. എന്തിനെ ഞാൻ മിണ്ടാണ്ടെന്നാ ഇവൻ എന്താ ചെയ്യാ? പ്ലീസ് നിങ്ങളുടെ ഈ മകളോട് വാന്ന് പൂട്ടി വെക്കാൻ പറ. സോറി മാം, സോറി. ആക്ച്വലി മാം, എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പറഞ്ഞ പണി പറഞ്ഞ നേരത്തെ ചെയ്യണം, അല്ലാതെ. അത് പിന്നെ മാം, ഇന്നെന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന് കേക്ക് ഉണ്ടാക്കുന്ന തിരക്കില് മാഡത്തിന്റെ ഓർഡർ മറന്നു പോയതാ. ക്ഷമിക്കണം. ഓഹോ, അപ്പൊ മകളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? എന്തായാലും എന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി നിങ്ങൾ കാരണം കുളമായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടി ഞാൻ കുളമാക്കിയിരിക്കും. സോ ഇത് ഞാൻ പറയുന്ന വാക്കാണ്. ഇത് നടന്നിരിക്കും. നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്റെ തെറ്റോട് സംഭവിച്ചതല്ലേ, ഞാനിത് അർഹിക്കുന്നു. അമ്മേ, ആ സ്ത്രീ ആരാ എന്റെ ബർത്ത്ഡേ പാർട്ടി കൊളാക്കാൻ? അപ്പൊ അമ്മയ്ക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടായിരുന്നല്ലേ? പാർട്ടി വെച്ചിരുന്നാ? എന്നിട്ട് ആ സ്ത്രീ എന്താ എന്റെ ബർത്ത്ഡേ പാർട്ടി കൊളാക്കെന്ന് പറഞ്ഞത്? അവര് വെറുതെ വിടാൻ പാടില്ല. അത് അവരപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞതാവും. എന്റെ ബർത്ത്ഡേ പാർട്ടി ഒന്നും കൊളായാലുണ്ടല്ലോ, ഞാൻ അമ്മയടുത്ത് മിണ്ടത്തില്ല. അല്ല, ഇവരെന്താ ഇങ്ങനെ? ഈ ചെറിയൊരു കാര്യത്തിന് നമ്മളോട് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? ഭയങ്കര സെൽഫിഷ് ആണല്ലോ ഈ ചേച്ചി. ഇവിടെ ആരും ഒന്നും പറയണ്ട. പാറക്കുട്ടിക്ക് കേക്ക് വേണം. എന്റെ ബർത്ത്ഡേ പാർട്ടി നല്ലപോലെ നടക്കും വേണം. ഇതൊക്കെ നമുക്ക് നടത്താം. ടെൻഷൻ ആവല്ലേ? പാറക്കുട്ടിക്ക് സമ്മാനം വേണ്ടേ? കേക്ക് മുറി കഴിഞ്ഞിട്ടേ നമുക്ക് എല്ലാവർക്കും കൂടി പാറക്കുട്ടിക്ക് ചോറ് തിന്നണീന് മുന്നായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ പാറക്കുട്ടിന് കേക്ക് മുറിക്കാനൊന്നും കിട്ടൂല. ഇത് പോടസ് മനെ കേൾക്കാതെ എല്ലാരും എനിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ? എല്ലാരും മോക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നെ വന്നിക്കണേ. ഒരു പേടി പേടിച്ചത് കേക്ക് മുറിച്ചാ എപ്പാണല്ലോ? ഉറപ്പ്. പിന്നെ എന്റെ വക ഗിഫ്റ്റ് ഒന്നും നിനക്കില്ല. എനിക്ക് വേണ്ട നിന്റെ ഗിഫ്റ്റ് ഒന്നും. ഞാൻ എന്റെ കേക്ക് മുറിച്ചിട്ട് നിനക്ക് തരത്തേ ഇല്ല. മതി എല്ലാരും വഴക്കുണ്ടാക്കിയതൊക്കെ. വാ കേക്ക് കട്ട് ചെയ്യാം. എന്നാ പെട്ടെന്ന് കട്ട് ചെയ്യ് പാറക്കുട്ടി. ഒരു മിനിറ്റ്. കട്ട് ചെയ്തതിന് ഒരു പരിപാടി ഉണ്ട്. എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ടു യു പറയണം കട്ട് ചെയ്യുമ്പോ. അതെ, നിങ്ങളൊക്കെ കൂടി ഒന്ന് പറയാൻ മതി. ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോയാ എനിക്ക് വിശക്കുന്നുണ്ട്. അത് പാറക്കുട്ടി പറഞ്ഞ ശരിയാ. ഞാൻ നമുക്ക് നന്നായിട്ട് പൈച്ചത്. നമ്മുടെ ഗസ്റ്റിനൊക്കെ ഫുഡ് കൊടുക്കാനുള്ളതാ മോളെ. വേഗം കട്ട് ചെയ്യേ, എന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട്. കട്ട് ചെയ്യല്ലേ? അതാരപ്പ പറഞ്ഞേ? ഇൻവൈറ്റഡ് ഫ്രണ്ട് ഉണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക്
അൺഇൻവൈറ്റഡ് ആയി വന്നതിന് വല്ല പ്രശ്നമുണ്ടോ? മൈ ഗോഡ്, ഇതാരെ മായ മാമോ? മായ മാം, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ തന്നെ വൺ ഓഫ് ബെസ്റ്റ് ബിസിനസ് വുമൺ ആണ് ഇദ്ദേഹം. മാം, മാം എന്താ ഇവിടെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് നിങ്ങളുടെ വൈഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഏതായാലും വന്നല്ലേ, ബാ മോളെ, നമുക്ക് കേക്ക് മുറിച്ചിട്ട് കേക്ക് തിന്നിട്ട് പോവാം. ഹേ, ഈ ഫ്രോഡ് ലേഡിയോട് ഒന്ന് വായ്പുട്ടാൻ പറ. ബർത്ത്ഡേ പാർട്ടി കൊള്ളാക്കുന്നാണല്ലോ പറഞ്ഞേ, ഇപ്പൊ എന്താ ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുന്നേ? മാം, മാമിന് ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ക്യാൻ യു ജോയിൻ വിത്ത് us? അമ്മേ, ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? എനിക്കറിയില്ല. ഗിഫ്റ്റ് കൊണ്ടൊക്കെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ദേഷ്യം ഒന്നും തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഈ ഗിഫ്റ്റ് തന്നിട്ട് പോയിക്കോളാം. എനിക്ക് നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നിങ്ങളോട് ആവാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് തരുന്നതിനെ പോലെ പ്രശ്നമൊന്നുമില്ലല്ലോ? നോ മാഡം, എന്ത് പ്രശ്നം? മാഡം ഫുഡ് കഴിച്ചിട്ട് പോകാവൂ. ഞാൻ നിങ്ങളുടെ ഫുഡ് കഴിക്കാനോ ഒന്നിനു വേണ്ടി വന്നതല്ല. ഐ വാണ്ട് ടു ഗിഫ്റ്റ് യു സംതിങ്, അതിനു വേണ്ടി വന്നതാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിട്ട് ഇവിടുന്ന് പോകണമെന്നേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദ ചീപ്പ് ഫുഡ്സ് ദാറ്റ് പ്രിപ്പയർഡ് ഇൻ യുവർ ബേക്കറി. ഓക്കെ, ആക്ച്വലി മാഡം, ഞങ്ങളുടെ ബേക്കറിയിൽ നല്ല ഫ്രഷ് ഫുഡുകളാ എന്റെ വൈഫ് ഉണ്ടാക്കുന്നതാ. നിങ്ങളുടെ ബർത്ത്ഡേ ഗേൾ തന്നെ ഓപ്പൺ ചെയ്യണം. ഐ വിഷ് ദാറ്റ്. ഓക്കെ മാഡം. ആക്ച്വലി യു നോ, നിങ്ങൾ എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് തന്നത് വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ നിങ്ങളുടെ ബേക്കറിയിൽ നിന്ന് അവരുടെ ഫേവറേറ്റ് കപ്പ് കേക്ക്സ് ഓർഡർ ചെയ്തിരുന്നു. ബട്ട് ഇറ്റ്സ് നെവർ റീച്ച് അറ്റ് ദ ടൈം. ഞങ്ങൾ ഉദ്ദേശിച്ച ടൈമിൽ അത് ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടില്ല. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തരണ്ടേ? അതിന് വേണ്ടി വന്നത് ഞാൻ. എൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി നിങ്ങൾ കുളമാക്കി. ഒരു ബർത്ത്ഡേ കേക്ക് കിട്ടില്ല ചിട്ട് എങ്ങനെ എന്നെ പറയാ? ബർത്ത്ഡേ പാർട്ടി കൊളാവ്. ആക്ച്വലി ഈ ചീപ്പായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മളിപ്പോ ചീപ്പായ ഞങ്ങളെ പെരിയിലുണ്ട് മഴ പാഞ്ചീർപ്പ്. നിങ്ങളോടൊക്കെ മനുഷ്യന്മാരെ ചീപ്പ് എന്ന് പറയാ? ഞാൻ പോകുന്നു. ഓക്കെ, ഗിഫ്റ്റ് ഒന്ന് വാങ്ങിയ നന്നായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പൊ മാഡം അറിഞ്ഞിട്ട് പോയത്? എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം അച്ഛാ. പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, അതുകൊണ്ട് അമ്മ ഈ കേക്ക് ഉണ്ടാകുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അമ്മ ഓർഡറിന്റെ കാര്യം മറന്ന്. അതിന് ഇന്ന് രാവിലെ ഈ മാഡം വന്ന് കുറെ ചൂടായി പോയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ഞാൻ കൊളാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണ്ട. ചിലപ്പോ അവർ നമുക്കിട്ട് നേരെ പണി തന്നതായിരിക്കും. എന്താണെന്ന് അറിയാലോ, ഒന്ന് തുറന്നു നോക്കേ. എന്തായാലും പെണ്ണുമ്പിള്ള കഷ്ടപ്പെട്ട് കൊടുന്നതല്ലേ, തുറന്നാ മോനെ. അതെ, അത് പറഞ്ഞത് ശരിയാ. ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. അവരെ ബോംബ് വെച്ച് കാണോ? പിന്നെ ബോംബ് തേങ്ങാക്കൊലയാ. ബോംബാണെങ്കിൽ ഞാൻ കയ്യിലിരുന്ന് പൊട്ടും. പിന്നെ അതുമല്ല, ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും ഗിഫ്റ്റിൽ ബോംബ് കൊണ്ടുവരോ? നേരിട്ട് വന്നാൽ പൊട്ടിക്കലാ. നല്ലൊരു ഉടുപ്പാണല്ലോ. പെണ്ണൊരു പാവാണല്ലോ. അപ്പൊ എനിക്കെന്താ മനസ്സിലാവാത്തത്? ഒരു ബന്ധമില്ലാത്ത നമുക്ക് എന്തിനാ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ? അവര് സാധാരണ ഇടക്കിടക്ക് കപ്പ് കേക്ക്സ് ഓർഡർ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ആ ബന്ധത്തിൽ തന്നതാണെന്നാവോ? എന്തായാലും സാധനം ടോപ്പായിക്കേ. നല്ല ഭംഗിയുള്ള ഉടുപ്പ്. ഞാനിപ്പോ ഉടുപ്പിനേക്കാൾ കൊള്ളാം അല്ലേ? അതെ, അത് മോള് പറഞ്ഞാ ശരിയാ. നല്ല ഉടുപ്പ്. നാളെ സ്കൂളിൽ പോകുമ്പോ ഞാൻ ഇട്ടോണ്ട് പോകും. അച്ഛാ, ഇതുപോലെ ഒരെണ്ണം എനിക്ക് മേടിച്ചു തരുമോ? നിനക്കൊന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല. ഞാൻ അച്ഛനോടല്ലേ ചോദിച്ചത്. അതാ പറഞ്ഞേ, നിനക്കൊന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല പറഞ്ഞില്ലേ? എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ, ഞാൻ ആർക്കും തരത്തില്ല. ഓ, നീ തന്നെ എടുത്തോ, അല്ലെങ്കിൽ നിന്റെ ഡ്രസ് എനിക്ക് കൊള്ളത്തൊന്നുമില്ലല്ലോ. അതുപോലെ ഒരെണ്ണം മേടിച്ചു തരാൻ പറഞ്ഞേ, അല്ലാതെ നിന്റെ ഡ്രസ് എനിക്ക് വേണ്ട. ഒന്ന് വഴക്ക് കൂടാൻ നിൽക്കേ. അവരെന്തിനാ ഈ സാധനം കൊണ്ടെന്ന് അറിയിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഏതായാലും ഞാനിത് അകത്ത് കൊണ്ട് വെച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതായിരിക്കും നല്ലത്. എന്താപ്പോ രണ്ടിനെയും കൂടെ ഉറക്കം? ഇന്നലെ രാത്രി ഫംഗ്ഷൻ കഴിഞ്ഞ എത്ര നേരം കഴിഞ്ഞവരെ ഉറങ്ങിയത്? എന്നിട്ടുണ്ടോ പൊടി കടിയോ? കേക്കില്ല ഇതിനൊന്നും. എന്താപ്പോ ഇങ്ങനെ പൊത്തിച്ച് കിടക്കാനുള്ള സുഖം കാണിച്ചുതരാം നിങ്ങൾക്ക് ഞാൻ. എന്നെ എന്തിനാ തല്ലിയത്? അല്ല, നേരെ എത്രയാണ് വിചാരം? എഴുന്നേക്ക് അമ്മ, ഒരു 5 മിനിറ്റ് കൂടെ. ഇനിയും കിട്ടണോ എന്റെ കയ്യിൽ നിന്ന്? വേണ്ട വേണ്ട, ദൈവം എഴുന്നേക്ക്. ഇനി പാർക്കെട്ട് കൊടുക്കൊരാടി. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോടി. അടുക്കമ്മ അവക്ക് നന്നായിട്ട് കൊടുക്കേ. കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇന്നലെ അവരുടെ ബർത്ത്ഡേ ആയിനെ ഭയങ്കര അഹങ്കാരം ഇരുന്നു അവക്ക്. എടി ചേച്ചി, നീ ആള് കൊള്ളാലോ. പാറക്കുട്ടി എഴുന്നേറ്റ്. അമ്മ പറഞ്ഞ അപ്പൊ തന്നെ പാറക്കുട്ടി എഴുന്നേറ്റില്ലേ? അഭിനയിച്ച് കിടക്കായിരുന്നല്ലേടി. എതൊക്കെ ഞാൻ വരുമ്പോത്തിന് 2 പേര് കുളിച്ച് ഒരുങ്ങി മാറ്റി നിന്നോണോ? നിനക്കറിയോ ഞാൻ ഇന്നത്തെ ഡ്രസ് ഇടാൻ പോകുന്നേ? ഏതാ നീ ഇടാൻ പോകുന്നേ? എനിക്ക് ഇന്നലെ മായന്റെ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഇടാൻ പോകുന്നേ. അതിലിപ്പോ ഞാനെന്ത് വേണം? നീ പോടി ചേച്ചി, നിനക്ക് അസൂയ. എനിക്ക് ഈ പാറക്കുട്ടിയുടെ ഭയങ്കര അസൂയ. എടാ, അസൂയപ്പെടാൻ പറ്റിയൊരു സാധനം. നീ പോടി ചേച്ചി, നിനക്ക് നല്ല അസൂയന്റെ അസുഖമുണ്ട്. ഓ, ഞാൻ ചികിത്സിച്ച് മാറ്റിക്കോളാം അവളുടെ ഒരു ഡ്രസ്.
പോയി കുളിക്കട്ടെ, എനിക്ക് ഡ്രസ് ഇടണം. അടിപൊളിയായിട്ടുണ്ട്. അതെ എനിക്കറിയാലോ, ഞാനിതിട്ട് അടിപൊളിയാവുന്നേ. നോക്കട്ടെ ചേച്ചി എന്റെ ഡ്രസ്. എന്തൊക്കെ പറഞ്ഞാലും ഭംഗിയൊക്കെ ഉണ്ട്. അതിപ്പോ എനിക്ക് നീ പറഞ്ഞു തരണ്ട. എന്ന് രണ്ടുപേരും പോയിക്കോ. നിങ്ങൾ പോയിട്ട് വേണം എനിക്ക് ബാക്കറിലോട്ട് ചെല്ലാന്. അമ്മേ ഞങ്ങൾ പോവാ. ആറിക്കുട്ടി കുട്ടികൾ കൊടുക്കാനുള്ള മിഠായിക്ക് എടുത്തിട്ടില്ലേ? അമ്മേ എടുത്തിട്ടുണ്ട്. എന്റെ ബാഗ് എവിടെ അമ്മേ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. മോളെ ഉടുപ്പ് കേടെ എടുത്തണ്ടാട്ടോ, നല്ല ഉടുപ്പാ. അത് അമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം. പോവാ. നിന്റെ ഷോ ആയിരിക്കല്ലോ സ്കൂളിൽ ഫുള്ള്. എന്റെ ഷോ തന്നെയാ. ബർത്ത്ഡേ എന്നാലും ഒന്ന് ഷോ ആക്കാൻ പറ്റിയാ. ചേച്ചിക്ക് ഞാൻ മിഠായി തരില്ല. ഓ നിന്റെ മിഠായി നീ തന്നെ തിന്നോ, എനിക്ക് വേണ്ടേ. ഞങ്ങൾ പോയമ്മേ, ബൈ. കുട്ടികളുടെ ഒരു കാര്യം. സുന്ദരിയായല്ല. അതന്നെ നല്ല മുൻപിലുള്ള പാത്തുമ്മക്കുട്ടിയൊക്കെ. താങ്ക് യു. ഇന്ന് സ്കൂളിലെ ജന്ന മെയിന്. എന്നാലും പറയട്ടെ, എനിക്ക് എങ്ങനെയാ താത്ത ഈ ഡ്രസ് തന്നെ? പൊട്ടത്തെ ആയതുകൊണ്ടല്ലേ ഈ പെണ്ണിന് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊടുത്തിക്കണേ. ഇങ്ങനത്തെ അസുഖം തലക്ക് പിടിച്ചിരിക്കുക. അതിച്ചാതി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. താങ്ക് യു. എനിക്കത് മനസ്സിലായില്ല. എന്തിനാ മായ മാഡം ഞാൻ ഇവക്ക് ഇങ്ങനെ ഡ്രസ്സ് കൊടുത്തേ? എന്താ ഒരു ചൊറിച്ചില്? ചിലപ്പോ കുത്തുന്ന ഡ്രസ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ സീക്വൻസ് കുത്തുന്നതാണെന്നാവോ. നന്നായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. എന്റെ മുന്നിൽ ചൊറിയണ്ട, നാളെ കിടും. എന്താ പാർക്കുട്ടി നീ ഒറ്റ സംസാരിക്കുന്നേ? ഇപ്പൊ നീ അറിയണ്ട, എനിക്കറിയാം. ഇതിട്ട് ഞാൻ അടിപൊളി ആയിക്കുന്നേ. നിങ്ങളൊക്കെ ഞാൻ ഓരോ നോടെ പറഞ്ഞോളെ. എന്തായാലും ആ മായ മാഡത്തിനോട് എന്നും നന്ദി ഉണ്ടാവും. ആരാ വരുന്നോ? ഈ BMW അല്ലേ വരണേ? ഈ പറഞ്ഞ ശരി തന്നെ. അത് വരുന്ന ആരാത്? നല്ല BMW കാറ്. അയ്വാ, ഇങ്ങനത്തെ കാർ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിരുന്നേ നമ്മളെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഇല്ലേ, പ്രിൻസിപ്പളെ കാറ് BMW ആണെന്ന്. അതിന് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. ഇവിടുത്തെ ഭരണം മുഴുവൻ ആ ഹെഡ് മാസ്റ്ററിന്റെ വയ്ക്കല്ലേ. നമ്മുടെ പ്രിൻസിപ്പൾ എന്തൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന അതാണ് സ്കൂൾക്കൊന്നും വരാത്തത്. ഇതിലേറെ നല്ലത് നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ പോകേണ്ടതല്ലേ. ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചിട്ട് എന്ത് കാര്യം? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ഇവിടെ തീരെ ഇഷ്ടമില്ല. അമ്മക്ക് ഞാൻ 10th കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോവാം. അതെ നിങ്ങളിപ്പോഴും 7 എത്തിയിട്ടുള്ളൂ. ഒരു കാലത്ത് 10th എത്തൂലേ, അന്ന് പോവാം. അത് വരെ ഇവിടെ തന്നെ. ആളവിടെ